ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം 3 മെമ്പർമാരാണ് ഉള്ളത്. ആ 3 മെമ്പർമാർക്കും അവരുടെ സൂപ്പർവൈസറി പവറുണ്ട്, ഫിനാൻഷ്യൽ പവറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പവറുണ്ട്. ഇതിൽ യാതൊരു ആർക്കും ഒരു പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. ആ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും അതിൽ അസെൻറ്റ് പറയാം, ഡിസെൻറ്റ് പറയാം, യാതൊരു തടസ്സവുമില്ല. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ദിവസത്തെ ബെയിൽ ഓർഡറിൽ വളരെ വ്യക്തമായിട്ട് ജഡ്ജ് പറഞ്ഞിട്ടുണ്ട്. ജഡ്ജി അവസാനം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ആ ബെയിൽ ആപ്ലിക്കേഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുറ്റവാളിയെ വേർതിരിവ് പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല, പ്രതികളെ വേർതിരിക്കരുത്, സത്യസന്ധമായിട്ട് എല്ലാ പ്രതികൾക്കെതിരായും നടപടി സ്വീകരിക്കണം. മാത്രമല്ല ഈ ബിഗ് ഗണ്ണുകൾ ഉൾപ്പെടുന്ന ഈ കറപ്ഷൻ കേസിൽ ഗവൺമെൻറ്റുമായി ദേവസ്വവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം നടത്തുമ്പോൾ ഒരു വീഴ്ചയും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വലിയ ആളുകളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞൊരു നിർദ്ദേശം, വളരെ കർക്കശമായ ഒരു നിലപാട് എടുത്തുകൊണ്ടാണ് ബെയിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഓർഡർ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഡിസംബർ 5 ശേഷം അന്വേഷണം വഴിതെറ്റി നിലച്ച മട്ടാണ് എന്നുള്ള ഹൈക്കോടതി പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. വേറൊരു ബെഞ്ച് എടുത്ത സത്യസന്ധമായി ഏൽപ്പിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചിട്ടുള്ള ആ തീരുമാനത്തിന് കോടതിയുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആരാണ് ആ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനത്തെ ആദ്യത്തെ ഒരു ആവേശം, നമ്മൾ ഏണിപ്പാമ്പും കളിക്കുന്ന പോലെ ആദ്യത്തെ ഒരു ആവേശം ഏണി കയറിപ്പോയി, പിന്നെ അടുത്ത് പാമ്പ് വിഴുങ്ങി താഴെ അറ്റത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സംശയമുണ്ട്. ആ സംശയം കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നത്, ചില ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിന്റെ പാമ്പ് വിഴുങ്ങി താഴേക്ക് വന്നിട്ടില്ല. പാമ്പ് വിഴുങ്ങുന്നുണ്ടോ എന്നൊരു സംശയം കോടതി പറഞ്ഞു. അത്